അന്ന് ആ പെസക, ഹൃദയം പിളർക്കുന്ന പെസക, ചങ്ക് പൊട്ടിയ പെസക, കണ്ണുനീര് വാർത്തൊഴുകിയ പെസക, വേർപാടിന്റെ പെസക. വലിയവനായ ദൈവം ചെറിയവരുടെ ഗണത്തിലേക്ക് ഇറങ്ങി വന്ന് താലത്തിൽ വെള്ളമെടുത്ത് കച്ചയറയിൽ ചുറ്റി നിലത്തിരിക്കേണ്ടവരെ കസരകളിലേക്ക് പിടിച്ചിരുത്തി കസരയിലിരിക്കേണ്ട ഈശോ നിലത്തിറങ്ങി മുട്ടുകുത്തി. എപ്പോൾ അവരുടെ കാൽപാദങ്ങൾ കണ്ണുനീര് കൊണ്ടും ജലം കൊണ്ടും കഴുകുകയോ അപ്പോൾ ചരിത്രം രണ്ടായി വഴി മാറി. ഇന്നലെ വരെയും കാല് പിടിക്കുന്നവൻ ഏറ്റവും ചെറിയവനും കാല് നീട്ടിക്കൊടുക്കുന്നവൻ ഏറ്റവും വലിയവനായിരുന്നു. എന്നാൽ യേശു എന്ന് കാല് പിടിച്ച് കാല് കഴുകി ചുംബിച്ചോ അന്ന് മുതൽ ഇന്ന് വരെ, ഇനി യുഗാന്ത്യം വരെ കാല് പിടിച്ച് ക്ഷമ ചോദിക്കുന്നവൻ, കാല് പിടിച്ച് കണ്ണുനീര് കൊണ്ട് പാദം കഴുകുന്നവൻ യേശുവോളം വലിയവൻ, കാല് ലാഘവത്തോടുകൂടി നീട്ടിക്കൊടുക്കുന്നവൻ യൂദാസിനോളം ചെറിയവൻ. നിന്റെ ഉള്ളിലൊരു യൂദാസുണ്ട്, നിന്റെ ഉള്ളിലൊരു ഈശോയുണ്ട്. യൂദാസിനെ പടിയിറക്കണം. ഇന്ന് രാത്രി ഈശോ നിന്റെ ഉള്ളിൽ രൂപപ്പെടണം. ഈശോ കാല് പിടിച്ചത്, ഈശോ ക്ഷമ ചോദിച്ചത് ഈശോ ചെയ്ത തെറ്റിന്റെ പേരിലല്ല. പത്രോസ് തള്ളിപ്പറയാനിരുന്നതും യൂദാസ് ഒറ്റിക്കൊടുക്കാനിരുന്നതുമായത് ഈശോ ഏറ്റെടുത്തിട്ടാണ് ഈശോ അവരുടെ കാലിൽ വീണത്. അങ്ങനെയെങ്കിൽ ഒന്നാമത്തത് കഴിഞ്ഞാൽ രണ്ടാമത്തൊരു ഘട്ടമുണ്ട്. രണ്ടാമത്തെ ഘട്ടം എന്നറിയോ? നിന്റെ മാതാപിതാക്കൾ മുതൽ ഇന്ന് വരെ നിന്നെ വേദനിപ്പിച്ചവരുടെ സകല വേദനകളും മുറിവുകളും തിക്താനുഭവങ്ങളും നീ ഏറ്റെടുത്തിട്ട് അവരെ നിരപരാധിയായി കണ്ടിട്ട് അവരുടെ കാലിലേക്ക് നീ വീഴുമ്പോൾ നിന്റെ മുമ്പിൽ സ്വർഗം രണ്ടായിട്ട് വഴി തുറക്കും. നിനക്ക് ക്ഷമിക്കാനും ക്ഷമ ചോദിക്കാനും ക്ഷമ കൊടുക്കാനും ഒരൊറ്റ കാരണം മതി, ഒരേ ഒരു കാരണം മതി. എന്താണെന്നറിയോ? കാൽവരിയിൽ നിനക്ക് മുമ്പേ നിനക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പിതാവേ ക്ഷമിക്കുന്നു എന്ന് പ്രാർത്ഥിച്ച യേശു എന്നൊരൊറ്റ കാരണത്തിൽ നിനക്ക് ക്ഷമിക്കാം. ക്ഷമ ചോദിക്കാതിരിക്കാൻ നിരവധി കാരണങ്ങൾ നിന്നെ മെതിക്കുന്നുവെങ്കിൽ അവൻ എന്നോട് അങ്ങനെ ചെയ്തിട്ടല്ലേ, അപ്പനും അമ്മയും ഇങ്ങനെ പ്രവർത്തിച്ചിട്ടല്ലേ, എന്നെ ഇട്ടോണ്ട് പോയിട്ടല്ലേ, വേറെ കെട്ടിയിട്ടല്ലേ, എൻ്റെ ജീവിതത്തെ തകർത്തിട്ടല്ലേ എന്ന് നിരവധി കാരണങ്ങൾ നിന്നെ വേട്ടയാടുന്നെങ്കിൽ കാല് പിടിച്ച് കണ്ണുനീര് കൊണ്ട് കഴുകി ക്ഷമ ചോദിക്കാൻ ഒരൊറ്റ കാരണം മതി. നിനക്കും എനിക്ക് മുമ്പ് ഒറ്റിക്കൊടുക്കാനിരുന്ന യൂദാസിന്റെ കാലിൽ വീഴുന്ന യേശു എന്ന പത്രോസിനെ തള്ളിപ്പറഞ്ഞ യേശു എന്ന ഒറ്റ കാരണത്തിൽ, പത്രോസിന്റെ കാലിൽ വീണ യേശു എന്നൊരൊറ്റ കാരണം മതി നിനക്ക് ഇന്ന് രാത്രി കാലിൽ വട്ടം പിടിച്ച് പൊട്ടിക്കരഞ്ഞ് ക്ഷമ ചോദിക്കാൻ.